ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും അണ്ടർ ദി സ്കൈ എന്നാണ് യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അതാരാണ് രണ്ട് വ്യക്തികൾ? എൻ്റെ അച്ഛനും അമ്മയും. കാരണം ഞാൻ മുമ്പേ കുറച്ച് വീഡിയോസിൽ മാത്രം കാണിച്ചിട്ടേ ഉള്ളൂ, അങ്ങനെ ഉണ്ടാവാറില്ല വീഡിയോസിൽ. അതുകൊണ്ടാണ്. ഇതെൻ്റെ അമ്മയാണ്. എന്താ പണിയെടുക്കുന്നതെന്നറിയാം. നമ്മൾ കണ്ടത്തിൻ്റെ അടുത്ത് കുറച്ച് പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട്. കുറേ ദിവസമായി എന്നോട് പറയുന്നത് നീ വന്ന് വീഡിയോ എടുക്ക്, യൂട്യൂബ് ചാനലിൽ ഇട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഇന്ന് എങ്ങനെയല്ലോ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി വീഡിയോ എടുപ്പിച്ചു. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളാണ് ഞാൻ ബാക്കി വീഡിയോസിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് അച്ഛനും അമ്മയും മാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പച്ചക്കറി തോട്ടം. ചീരയുണ്ട്, പയറുണ്ട്, വെണ്ടയുണ്ട്, പച്ചമുളകുണ്ട്, വെള്ളരിയുണ്ട്, മത്തൻ, കുമ്പളം, വത്തക്ക, ഇതൊക്കെയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായി കാണാം. ഫസ്റ്റ് തന്നെ നന്നായിട്ട് പടർന്ന് കിടക്കുന്ന വള്ളിയാണ് വെള്ളരീൻ്റെത്. കണ്ട, ഇഷ്ടംപോലെ വെള്ളരിയുണ്ട്. വെള്ളരി കാണിച്ചിരുന്നു വെച്ചാൽ ഇതിലേക്കൂടെ പോയിക്കോന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ വിഷുവിന് കണി വെക്കാനെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്ലാനിലാണ് വെള്ളരി കൃഷി ചെയ്തിട്ടുള്ളത്. കണ്ട, ഈ ഒരു മഞ്ഞ കളറിലെ സ്വർണ്ണ കളറിലുള്ള വെള്ളരിയാണ് നമ്മൾ കണി കാണാൻ എടുക്കുന്നത്. കണി വെള്ളരി എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇത് എൻ്റെ മോള് തെച്ചു. അപ്പം ദച്ചുവിനെയും പിടിച്ചിട്ട് ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെള്ളരി പിടിച്ച് നിൽക്കുമെന്ന്. അവളെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പം അവരപ്പുറം കളിക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന ഓട്ടാണത്. അപ്പോൾ അടുത്തത് വണ്ടിയുണ്ട്, പച്ചമുളക്. ഇതാണ് നമ്മളെ പട്ടുചീരയാണോ ബ്ലാത്താങ്കരിയാണോ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അതൊന്ന് സംശയമുണ്ട്. കാരണം 2 തരം വിത്തും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലേതാ മുളച്ചതെന്ന് അറിയില്ല. പെട്ടെന്ന് നോക്കുമ്പം പട്ടുചീര പോലെയുണ്ട്, പക്ഷേ പട്ടുചീരൻ്റെ ഇല ചെറിയൊരു വ്യത്യാസത്തിലാണ് ഉണ്ടാവല്. ബ്ലാത്താങ്കരിയാണോന്ന് അറിയില്ല. മുളകിൻ്റെയൊക്കെ നീളം കണ്ടുക. ഇതൊക്കെ മൂക്കണത്രേ. മൂക്കുന്നതിന് മുന്നേ ഇല്ലേ മുളകായത്. ഇനിയും ഇതിന് വലിപ്പം വെക്കും. അപ്പം ഞാൻ പറിക്കുമ്പോൾ തന്നെ കാണിച്ചു തരുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വന്നു. അപ്പം ഇതാണ് മീറ്റർ പയർ എന്ന് പറഞ്ഞാൽ ഒരു 1.5 മീറ്റർ പയറാണ്. ഞാൻ ചെയ്തിട്ടുണ്ടായ കൃഷീൻ്റെ വീഡിയോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇത്ര വലിപ്പത്തിലൊന്നും ആയിട്ടില്ല. ഇത് കാണുമ്പോൾ തന്നെ നല്ല വലിപ്പമുണ്ട്. അതുപോലെ വിത്തിന് വെച്ചതാണെങ്കിലും അത്യാവശ്യം. കണ്ട, ഇതാണ് വിത്തിന് വെച്ചിട്ടുണ്ടായത്. വിത്തിന് വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ പഴങ്ങളൊന്നും, അതായത് ആദ്യത്തതൊന്നും വിത്തിന് വെക്കാൻ പാടില്ല. കുറച്ചായി രണ്ടോട്ടം ഇതെല്ലാം ചെയ്ത ശേഷമാണ് വിത്തിന് വെക്കുന്നത്. ഇത് മത്തൻ, 2 തരത്തിലുള്ള മത്തനുണ്ട്. ഒന്ന് ഒരു യെല്ലോ കളറായിട്ട് വരുന്നത്, പിന്നെ ഒന്ന് നല്ല കട്ടിയായിട്ടുള്ള ഗ്രീൻ കളറില്ലേ, ആ ടൈപ്പ് മത്തനും വന്നിട്ടുണ്ട്. അപ്പം ഇത് വത്തക്ക ഇതെങ്ങനെയാണ് അച്ഛൻ പാകിയതെന്ന് വെച്ചാൽ, നമ്മളെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വത്തക്കയില്ല, അതായത് ഒരു ഗ്രീനും വെള്ളയും ലൈനായിട്ട് വരുന്ന ആ ഒരു ടൈപ്പ് വത്തേൻ്റെ കുരു എടുത്ത് പാകിയതാണ്. പക്ഷെ അത്യാവശ്യം അതിൻ്റെ തന്നെ വലിപ്പം വരുന്നുണ്ട്. അതുപോലെ അതിന് വളം ഇട്ട് കൊടുക്കുന്ന പരിചരണമുണ്ട്. അതുകൊണ്ടായിരിക്കണം. പിന്നെ ഇതിൻ്റെയൊക്കെ ഇടക്കായതുകൊണ്ട് തന്നെ, ഈ വെള്ളരീൻ്റെയും പിന്നെ കുമ്പളത്തിൻ്റെയും മത്തൻ്റെയും ഇടക്കായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് വളരുന്നുമുണ്ട്. പിന്നെ കടലയുണ്ട്. കടല ഞാൻ കാണിച്ചു തന്നു അതിൻ്റെ വിത്ത്. ഇത് അതായത് കടല അച്ഛൻ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് കുറച്ചൊന്ന് വെതറി കൊടുത്തതാണ്. ഇത് ബ്ലാത്താങ്കരിയാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ പാകിയത്. പിന്നെ അമ്മ കുമ്പളം കാണിച്ചിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിട്ടില്ല. എന്നിട്ട് അമ്മ കുമ്പളം എടുത്ത് കാണിച്ചിരുന്നു. കുമ്പളം നമുക്ക് സാധാരണ എപ്പോഴും ഉണ്ടാവുന്ന അത്ര ഉണ്ടായിട്ടില്ല. കാരണം അതിനൊരു കീടബാധ വന്നു. കാരണം അതിൻ്റെ നടുക്കൊക്കെ ഒരു കറുപ്പ് കളർ വന്നിട്ട്. അപ്പോൾ 1-2 മാത്രമേ നല്ല വലിപ്പത്തിലുണ്ടായിട്ടുള്ളൂ. കണ്ട, നല്ല വലിപ്പത്തിലായത് അത് 1-2 അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം അതുപോലെ സൈഡിലേക്ക് കുത്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കൃഷി അധികം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വെള്ളരിയൊക്കെ ഇതിനേക്കാളും കൂടുതൽ ചെയ്യാറുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഇത് അധികം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ബാക്കിയില്ല. കണ്ടോ, ഇതുപോലെ എന്തിനാ ഈ ഷീറ്റും ഇതൊക്കെ ഇട്ട് കൊടുത്തിനെന്ന് അറിയാം. പന്നീൻ്റെ ഭയങ്കര ശല്യമാണ്. ഭയങ്കര ശല്യം എന്ന് വെച്ചാൽ ഒരു രക്ഷയുണ്ടാവില്ല. പിന്നെ അതുകൊണ്ട് ഈ സൈഡൊക്കെ നെറ്റ് ഇതുപോലെ കെട്ടിക്കൊടുത്ത് അതിന് ഷീറ്റും അല്ലെങ്കിൽ സാരിയോ കെട്ടിക്കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ ഇവർ ഈ കളറിൻ്റെത് അങ്ങനെ തടയുന്ന സമയത്ത് പന്നികൾ വരില്ല. ഓരോ ട്രിക്ക് ഓരോന്ന് സമയത്ത് ആക്കും. ചില സമയത്ത് ആവുകയില്ല, പന്നികൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞ ആ മത്തൻ, പച്ച മത്തൻ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അപ്പം ഈ ക്യാമറ വെച്ചിട്ട് ഇപ്പുറത്തുനിന്ന് കാണാത്തത് കൊണ്ട് അച്ഛൻ പൊക്കി കാണിച്ചിരുന്നു. കണ്ടില്ലേ, ഇത് വേറൊരു മത്തനൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെള്ളരിയുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ
വിശേഷം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.